നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. CPM ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ പാർട്ടി അംഗത്തിന്റെ ബന്ധുക്കൾക്ക് 7,70,00,000 രൂപ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചുപിടിക്കാൻ ജപ്തി നടപടി. 4 വർഷത്തിനിടെ നടന്നത് ഒരു തിരിച്ചടവ് മാത്രം. ബാങ്കിന് ഈടായി നൽകിയ ചളവറയിലെ കെട്ടിടവും സ്ഥലങ്ങളും ജപ്തി ചെയ്തു. ബാങ്ക് വായ്പയായി നൽകിയത് വസ്തുവിന്റെ അന്നത്തെ വിപണി മൂല്യത്തെക്കാൾ ഉയർന്ന തുക. വായ്പ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ കൂടുതൽ ജപ്തി നടപടിയുണ്ടായേക്കും. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് BMS. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. രാഷ്ട്രത്തിന്റെ സമഗ്ര പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തുനിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാകണമെന്ന് നേതാക്കൾ. കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനായി തിരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരിയിൽ ബൈക്ക് മോഷണം. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന എൻഫീൽഡ് ബൈക്ക് കവർന്നു. മോഷണത്തിന് പിന്നിൽ വിനീത് എന്ന സംശയം. വിനീതിനൊപ്പം രക്ഷപ്പെട്ട മറ്റൊരു പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് കുമ്പളങ്ങാട് അകമ്പാടത്ത് വെച്ച്. പാർപ്പിടത്തിനും അടിസ്ഥാന വികസനത്തിനും ഊന്നൽ നൽകി മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 21.5 കോടിയുടെ വാർഷിക ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കും പുതിയ പരിഗണന. മങ്കര സ്ത്രീ സൗഹൃദ പഞ്ചായത്താകും. കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പഞ്ചായത്ത് കാര്യാലയത്തിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. CPM ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ പാർട്ടി അംഗത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് വായ്പ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പാർട്ടി തല അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ജപ്തി നടപടി. 7.70 കോടിയുടെ വായ്പാ ക്രമക്കേടിൽ ബാങ്കിന് ഈടായി നൽകിയ ചളവറയിലെ പാലാട്ട് കെട്ടിടവും സ്ഥലങ്ങളുമാണ് ബാങ്ക് ജപ്തി ചെയ്തത്. 70 ലക്ഷം രൂപ വീതം 11 വായ്പകളായി ബാങ്ക് 7,70,00,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഒരു തിരിച്ചടവ് മാത്രമാണ് നടന്നിട്ടുള്ളത്. 4 വർഷം കഴിഞ്ഞിട്ടും വായ്പാ തിരിച്ചടവുകൾ ഇല്ലാതായതിനാലാണ് ബാങ്ക് ജപ്തിയിലേക്ക് നീങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഈടായി നൽകിയ പാലാട്ട് ജയകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും പിന്നീട് പാലാട്ട് കെട്ടിടത്തിന്റെ ഒരു ഭാഗവുമാണ് ജപ്തി ചെയ്തിട്ടുള്ളത്. അടുത്ത ഘട്ടമായി കുബേരക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ജപ്തി ചെയ്യാനാണ് ബാങ്കിന്റെ നീക്കം. വിവാദങ്ങൾക്ക് പിന്നാലെ വായ്പ വാങ്ങിയവരിൽ നിന്നും തന്നെ തുക ഈടാക്കാൻ കർശന നടപടിക്ക് CPM ജില്ലാ നേതൃത്വം ബാങ്കിന് നിർദ്ദേശം നൽകിയിരുന്നു. വായ്പയിലെ ക്രമക്കേടിനെക്കുറിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് 8 പരാതികളാണ് ലഭിച്ചിരുന്നത്. പരാതിയിൽ കഴമ്പുണ്ടെന്നും വായ്പ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും അന്വേഷണം നടത്തിയ സംസ്ഥാന സമിതി അംഗം KS സലീഖയാണ് റിപ്പോർട്ട് നൽകിയത്. ബാങ്ക് ഭരണസമിതിയോട് അന്ന് വിശദീകരണം തേടിയെങ്കിലും മുൻ ഭരണസമിതിയുടെ കാലത്താണ് സംഭവമെന്നായിരുന്നു മറുപടി. അപേക്ഷകർ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കുടുംബക്കാരായതിനാൽ വായ്പയ്ക്ക് പ്രാദേശിക നേതാക്കളിൽ പലരും സമ്മർദ്ദം ചെലുത്തിയതായും അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. വസ്തുവിന്റെ അന്നത്തെ വിപണി മൂല്യത്തെക്കാൾ കൂടുതൽ തുകയായിരുന്നു ബാങ്ക് വായ്പയായി നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് BMS. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ BMS ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് മാത്രമേ രാഷ്ട്രത്തിന്റെ സമഗ്രമായ പുരോഗതി സാധ്യമാവുകയുള്ളൂവെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തു നിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാകണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് അഭിപ്രായപ്പെട്ടു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ M. ഗിരീഷ്, V. ശിവദാസ്, ട്രഷറർ V. ശരത്, ജോയിന്റ് സെക്രട്ടറിമാരായ ശശി ചോറോട്ടൂർ, രാജേഷ് ചെത്തലൂർ, P. K. ബൈജു, സംസ്ഥാന സമിതി അംഗങ്ങളായ S. രാജേന്ദ്രൻ, K. സുധാകരൻ, S. അമർനാഥ് എന്നിവർ സംസാരിച്ചു. EPF പെൻഷൻ മിനിമം 5,000 രൂപയാക്കുക, അവസാനം വാങ്ങുന്ന ശമ്പളത്തിന് 50% പെൻഷൻ അനുവദിക്കുക, EPF പരിധി 15,000-ൽ നിന്ന് 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ESI പരിധി 21,000-ൽ നിന്ന് 42,000-ആക്കി ഉയർത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക, ഇൻഷുറൻസ് കമ്പനികളിൽ 100% വിദേശ പങ്കാളിത്ത നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMSന്റെ ദേശീയ പ്രക്ഷോഭം. തൊഴിലാളി സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. BMSന്റെ സഹോദര സംഘടന രാജ്യം ഭരിക്കുമ്പോൾ ആ ഒരു സഹോദര സംഘടനയുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഈ കിരണ പതാക കെട്ടിക്കൊണ്ട് ഭാരതീയ മസ്തൂർ സംഘത്തിന്
ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് സ്വാഗത പ്രാസംഗികത്തിൽ ഗിരീഷ് വ്യക്തമായി പറഞ്ഞു. ഒരു കൊടിയുടെയും നിറം നോക്കാതെ, ഒരു ഭരണക്കാരുടെയും നിറം നോക്കാതെ തൊഴിലാളികളുടെ അവകാശവും കൂലിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യാൻ ഈ രാജ്യത്ത് നട്ടലുള്ളൊരു സംഘടന ഉണ്ടെങ്കിൽ അത് ഭാരതീയ മസ്ദൂർ സംഘം BMS മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിയിൽ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവുമായി CPIM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കോട്ടായി സെന്ററും പരിസരവും വൃത്തിയാക്കി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കോട്ടായി സെന്ററും പരിസരവും ശുചീകരിച്ചത്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. നവകേരളത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മാർച്ച് 30 മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഏപ്രിൽ മാസം 3-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്തുകളും 5-ാം തീയതി ജില്ലാ പഞ്ചായത്തുകളും. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ്, CPM കോട്ടായി ലോക്കൽ സെക്രട്ടറി KP രവീന്ദ്രൻ, LC അംഗങ്ങളായ TC കുഞ്ഞുമോൾ, P. പ്രീത, പത്മാവതി, പാർട്ടി പ്രവർത്തകരായ കരുണാകരൻ, R. ലത, കോട്ടായി സെന്ററിലെ CITU ചുമട്ടുതൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനായി തെരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് കഴിഞ്ഞ രാത്രി ബൈക്ക് മോഷണം പോയി. കുമ്പളങ്ങാട് വടക്കുമുറി പട്ടണത്ത് വീട്ടിൽ ശരത് എന്ന യുവാവിന്റെ റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത്. ഫൈനാൻസ് സ്ഥാപനത്തിൽ കളക്ഷൻ മാനേജരായി ജോലി ചെയ്യുന്ന യുവാവിന്റെ ബൈക്കാണ് നഷ്ടപ്പെട്ടത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്ന് താക്കോലെടുക്കാൻ ശരത്ത് മറന്നിരുന്നു. ഇതും മോഷ്ടാവിന്റെ ജോലി എളുപ്പമാക്കി. ശരത്തിന്റെ സഹോദരൻ സുജിത്ത് രാത്രി 10:30 വീട്ടിലെത്തിയപ്പോഴും മുറ്റത്ത് ബൈക്ക് ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയോടെയാണ് ബൈക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പുറത്തേക്ക് പോയിട്ട് ഞാനൊരു 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറി. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല. വീട്ടിൽ മുറ്റത്ത് തന്നെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരം 10:30 ആകുമ്പോൾ അനിയൻ വന്നു. ആള് 10:30 വരുമ്പോൾ വണ്ടി വീട്ടിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ നമുക്ക് മുറ്റത്ത് വണ്ടി കാണുന്നില്ല. അപ്പോൾ വണ്ടി നോക്കിയപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പം ഇന്നലെ ഉച്ചയോടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വടിവാൾ വിനീതും കൂട്ടാളി രാഹുലും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. വൈക്കം മോഷണക്കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പ്രതികളിൽ ഒരാളെ കുമ്പളങ്ങാട് അകമ്പാടം പരിസരത്തു നിന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. എന്നാൽ വടിവാൾ വിനീതിനെ കണ്ടെത്താനായിരുന്നില്ല. ഇയാൾക്കു വേണ്ടി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ ശരത്തിന്റെ വാഹനം വീട്ടുമുറ്റത്ത് നിന്ന് കാണാതാകുന്നത്. അതുകൊണ്ട് തന്നെ മോഷണത്തിന് പിന്നിൽ വടിവാൾ വിനീതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ബൈക്കുടമയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാർപ്പിടത്തിനും ആരോഗ്യമേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും ഊന്നൽ നൽകി മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 21.5 കോടിയുടെ വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മല്ലിക അവതരിപ്പിച്ചത്. പാർപ്പിട നിർമ്മാണത്തിനായി 2.35 കോടി രൂപയാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയുടെ വികസനത്തിന് 73,65,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അടിസ്ഥാന വികസനത്തിന് 3,13,71,000 രൂപയുടെ പദ്ധതികളുണ്ട്. 21,51,98,526 രൂപ വരവും 21,36,82,000 രൂപ ചെലവും 15,16,526 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന്റെ അധ്യക്ഷതയിലാണ് വൈസ് പ്രസിഡന്റ് മല്ലിക ബജറ്റ് അവതരിപ്പിച്ചത്. സെക്രട്ടറി NK കണ്ണൻ സ്വാഗതവും അക്കൗണ്ടന്റ് ഷാൻജി ജെയിംസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് KSKTU ഒറ്റപ്പാലം ഏരിയ വനിതാ കൺവെൻഷൻ. KSKTU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K കോമളകുമാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ നമ്മുടെ മറ്റൊരു അഭിമാന താരമായ വിഘ്നേഷ് ഫോഗട്ടും അവർക്ക് കിട്ടിയ എല്ലാ നേട്ടങ്ങളെയും തെരുവിൽ വലിച്ചെറിഞ്ഞു. കീർത്തിചക്ര പുരസ്കാരം ഉൾപ്പെടെ തെരുവിൽ വലിച്ചെറിഞ്ഞെന്താണ്
കൺവെൻഷനിൽ ഏരിയ കമ്മിറ്റി അംഗം AC പുഷ്പലത അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ C വിജയൻ, C ഗിരിജ, ജില്ലാ കമ്മിറ്റി അംഗം M സുബ്രഹ്മണ്യൻ, ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, സെക്രട്ടറി M സുരേന്ദ്രൻ, ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, P രമണി, M വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി C ഗിരിജ കൺവീനർ, YN ഷീജ, K രമണി ജോയിന്റ് കൺവീനർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അയൽവാസികളും നഗരസഭാ കൌൺസിലറും വഴിയിൽ തടഞ്ഞ് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. മർദ്ദനത്തിന്റെ വീഡിയോ ഉൾപ്പെടെ ചേർത്ത് പരാതി നൽകിയിട്ടും ഒറ്റപ്പാലം പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണം. ഒറ്റപ്പാലം കയറമ്പാറ സ്വദേശികളായ ദമ്പതികളാണ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഒറ്റപ്പാലം കയറമ്പാറ ശ്രീനഗർ കോളനിയിലെ റജിമോൾ മോഹൻകുമാർ ദമ്പതികളാണ് വാർത്താ സമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. കോവിഡ് കാലത്ത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ്. എന്നാൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ വിരോധമുണ്ടായിരുന്ന പരിസരവാസികൾ നായ്ക്കളെ വിഷം നൽകി കൊല്ലുകയായിരുന്നു. ഇതേ ചൊല്ലി വഴക്കിന് പോകാതെ പോലീസിൽ പരാതി നൽകി. ഡോഗുകൾക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്തത് ശരിയാണ്. അത് അന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പാവപ്പെട്ട ഡോഗുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ പുറത്ത് വെച്ച് പോവുകയും ചെയ്യുമായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡോഗുകൾ, നമ്മൾ കൊണ്ടുവന്ന ഡോഗുകളൊന്നും അല്ല. അവിടെ തന്നെ ഒരാളെയും കടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ ഡോഗുകളൊന്നും. അവരെന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ വിഷം വെച്ച് കൊന്നു. അതിൻ്റെ പേരിൽ ഇവർക്ക് ഒരു ഇത് വന്ന് ഞാൻ പറഞ്ഞു കുട്ടികളെ, എന്നിട്ടും ഇവൾ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു. അതിൻ്റെ FIR ഒക്കെ ഇട്ടു. അതിൻ്റെ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക്. ഇതാണ് അതിൻ്റെ തുടക്കം. അതാണ്. പിന്നെ നമ്മളവിടെ ഡോഗുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കില്ല. പേരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ചത്ത ഡോഗിൻ്റെ ഒരു പെൺ ഡോഗ് ഉണ്ടായിരുന്നു. അത് പ്രസവിച്ചിട്ടുള്ള ആ കുട്ടികൾ അവിടെ കിടക്കില്ല. ആ കുട്ടികളിൽ ഇത് മരിക്കാറായപ്പോൾ കുട്ടികളുടെ അടുത്ത് പോയി കിടന്നു. ആ കുട്ടികൾ ഈ മരിച്ച ഡോഗിൻ്റെ പാല് കുടിക്കുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു തോന്നിയിട്ട് ഒരു 5 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ നമ്മൾ പാല് കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തിയെന്നുള്ള ആ ഡോഗുകളാണ് അതിലെ നടക്കുന്നത്. ഇന്നേ വരെ ആ ഡോഗുകൾ ആരെയും ഉപദ്രവിക്കാറില്ല. ഞങ്ങളുടെ വീടിൻ്റെയും വേറൊരു വീടിൻ്റെയും ഒരു ഡോക്ടർ താമസിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഓപ്പൺ സ്പേസ് ആണ്. കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പൺ സ്പേസ് ആണ്. ഒരു 6 ആയി കഴിഞ്ഞാൽ പന്നികൾ ഇഷ്ടംപോലെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അതുങ്ങൾ പാവങ്ങൾ പോയി കിടക്കുന്നത്. ഒരാളെ ഇന്നവരെ ഉപദ്രവിച്ചിട്ടില്ല. പരാതി പരിഹരിക്കാനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ സമയത്ത് പോലീസുകാരുടെ മുന്നിൽ വെച്ച് പോലും പ്രതികൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി ദമ്പതികൾ ആരോപിച്ചു. അവശേഷിക്കുന്ന തെരുവുനായ്ക്കൾക്ക് വീണ്ടും ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു. ഇവയെയും വിഷം നൽകി കൊല്ലാതിരിക്കാനും സംരക്ഷിക്കാനും മൃഗസ്നേഹികളുമായി ബന്ധപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൗൺസിലറും പരിസരവാസികളും ചേർന്ന് ഒറ്റപ്പാലത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോകവെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ഇവർ ആരോപിച്ചു. അവിടെ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ വിവേക് എന്ന് പറയുന്ന ആളും കൂടെ ഒറ്റപ്പാലത്തോട്ട് പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു തേനിങ് ഉണ്ട്. ആ വഴിയിൽ വെച്ച് ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള 15ഓളം ആൾക്കാരും കൂടെ എന്നെ തടഞ്ഞു നിർത്തുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ആദ്യം മേടിച്ചെടുത്തിട്ട് ഹസ്ബൻഡിനെ വെളിയിലിറക്കുകയും വേലു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ വലത്ത് കയ്യിൽ പിടിച്ച് തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തുന്ന സമയത്ത് ഈ വിവേക് എന്ന് പറയുന്ന ആളെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിച്ച സമയത്ത് ഈ ഗോപാലകൃഷ്ണൻ മൊബൈൽ തട്ടിപ്പറിക്കുകയും എൻ്റെ വലത്ത് കൈയിൽ അടിക്കുകയും. കൂടെയുണ്ടായിരുന്ന മൃഗസ്നേഹിക്കും മർദ്ദനമേറ്റു. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇവർ ആരോപിച്ചു. DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും റജിമോളും മോഹൻകുമാറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി പഞ്ചായത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാധാമോഹൻ, V വിനീത, പഞ്ചായത്ത് അംഗം MR രജിത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ K ശാന്തകുമാരി, ലളിത B മേനോൻ, സുമതി എന്നിവർ സംസാരിച്ചു. പഴമയും പുതുമയും കൂടിച്ചേർന്ന തലമുറ സംഗമം വേറിട്ട അനുഭവമായി.
ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് റവന്യൂ ജില്ലാ യാത്രയയപ്പ് സമ്മേളനം മനുശ്ശേരി വരിക്കാശ്ശേരി മനയിൽ നടന്നു. NTU സംസ്ഥാന സെക്രട്ടറി A. ജയശ്രീനി ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനത്തിൽ NTU ജില്ലാ പ്രസിഡന്റ് P. മനോജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ്, ട്രഷറർ വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറിമാരായ C. ശ്രീജിത്ത്, VR അഭിലാഷ്, P. അനുപമ, വൈസ് പ്രസിഡന്റുമാരായ PA സച്ചിദാനന്ദൻ, MK ഗണേഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം PS ഐശ്വര്യ എന്നിവർ പ്രസംഗിച്ചു. NTU മുൻ ജില്ലാ പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റുമാരായ KM ശ്രീധരൻ, KV രമ, ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ബാബുരാജ്, P. ബിജേഷ് കുമാർ, A. രവീന്ദ്രൻ, KC സുമതി, CM ചന്ദ്രിക, K. ഉണ്ണി, MB രാജീവ് കുമാർ, A. രമാദേവി, VP അനിത, K. ജയലക്ഷ്മി, P. ജഗദീഷ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. മക്കളെ മയങ്ങല്ലേ മറക്കല്ലേ മൂല്യങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ പരിപാടിക്ക് NTU ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്ത്രീ സൗഹൃദ പഞ്ചായത്തായി മങ്കര. ഇതിന്റെ ഭാഗമായി മങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. നാപ്കിനുകൾ നശിപ്പിക്കുന്നതിനുള്ള ഇൻസിനേറ്ററും സമീപത്തു തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. 5 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ നാപ്കിൻ ലഭ്യമാകും. നാപ്കിൻ വെൻഡിംഗ് മെഷീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. മല്ലിക ഉദ്ഘാടനം ചെയ്തു. നദീറ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ശിവേണി മോഹൻ പദ്ധതി വിശദീകരിച്ചു. നമസ്കാരം, ഞാൻ മങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ്. നമ്മുടെ മങ്കര ഗ്രാമപഞ്ചായത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കൊരു സാനിറ്ററി പാഡ് വെൻഡിംഗ് മെഷീൻ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊരു തിരക്കുള്ള ഒരു ആശുപത്രിയാണ്. അപ്പോൾ പലരും സ്ത്രീകളായിട്ടുള്ള രോഗികളാണ് നമുക്കിവിടെ കൂടുതലും വരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണിത്. അപ്പോൾ പലരും ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്യാവശ്യത്തിന് പാഡ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ സ്ത്രീകളിൽ പലരും. അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് പാഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെറും 5 രൂപ മാത്രം ഇട്ടിട്ട് ഇവിടുന്ന് പാഡ് എടുക്കാവുന്നതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ പാഡുകൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാപ്കിൻ ഡിസ്ട്രോയറും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ടോയ്ലറ്റിൽ ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ പാഡുകൾ മാത്രം നമുക്ക് അവിടെ വെച്ച് ഡിസ്പോസ് ചെയ്യാം. അത് അവിടെ ആ മെഷീൻ വഴി തന്നെ അത് ഡിസ്പോസ് ആയിക്കോളും. പാഡ് ഇവിടെ നിന്ന് എടുക്കുക, ആ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള പാഡുകൾ നമ്മൾ അവിടെ ചെന്ന് ഡിസ്പോസ് ചെയ്യുക. അപ്പം തികച്ചും നമ്മുടെ സ്ത്രീകൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഈ ഒരു സംഭവം, ഈ ഒരു മെഷീനും അതിന്റെ ഡിസ്ട്രോയറും നമുക്കിവിടെ പഞ്ചായത്ത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രിക, നദീറ, പാഞ്ചാലി, അനിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് പഞ്ചായത്ത് തല ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു വില്ലനായിട്ടാണ് ക്ഷയരോഗം മാറിയിട്ടുണ്ട്. പ്രധാനമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പറയുന്നത് കടുത്ത ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, നെഞ്ഞുവേദന, പനി, ക്ഷീണം, കടുത്ത വിറയൽ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തന്നെ ക്ഷയരോഗം പൂർണ്ണമായും നിർമ്മാണം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. പഞ്ചായത്ത് അംഗം ദിവ്യ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ K. ഷാജു എന്നിവർ വിഷയാവതരണം നടത്തി. JHI നാരായണമൂർത്തി സ്വാഗതം പറഞ്ഞു. MLSPമാർ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പഞ്ചായത്തിൽ നിന്ന് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാമെന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് പരിപാടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ പാർട്ടി അംഗത്തിന്റെ ബന്ധുക്കൾക്ക് 7,70,00,000 രൂപ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചുപിടിക്കാൻ ജപ്തി നടപടി. 4 വർഷത്തിനിടെ നടന്നത് ഒരു തിരിച്ചടവ് മാത്രം. ബാങ്കിന് ഈടായി നൽകിയ ചളവറയിലെ കെട്ടിടവും സ്ഥലങ്ങളും ജപ്തി ചെയ്തു. ബാങ്ക് വായ്പയായി നൽകിയത് വസ്തുവിന്റെ അന്നത്തെ വിപണി മൂല്യത്തെക്കാൾ ഉയർന്ന തുക. വായ്പ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ കൂടുതൽ ജപ്തി നടപടിയുണ്ടായേക്കും. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് BMS. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. രാഷ്ട്രത്തിന്റെ സമഗ്ര പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തുനിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാകണമെന്ന് നേതാക്കൾ.
കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനായി തിരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരിയിൽ ബൈക്ക് മോഷണം. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന എൻഫീൽഡ് ബൈക്ക് കവർന്നു. മോഷണത്തിന് പിന്നിൽ വിനീത് എന്ന സംശയം. വിനീതിനൊപ്പം രക്ഷപ്പെട്ട മറ്റൊരു പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് കുമ്പളങ്ങാട് അകമ്പാടത്ത് വെച്ച്. പാർപ്പിടത്തിനും അടിസ്ഥാന വികസനത്തിനും ഊന്നൽ നൽകി മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 21.5 കോടിയുടെ വാർഷിക ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കും പുതിയ പരിഗണന. മങ്കര സ്ത്രീ സൗഹൃദ പഞ്ചായത്താകും. കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പഞ്ചായത്ത് കാര്യാലയത്തിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.